ഹായ്, ഗ്ലാമിക് മീഡിയയിലെ പുതിയ വീഡിയോ ആണ്. ഇതുവരെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ പുതിയൊരു ടിപ്പായിട്ട് വന്നിരിക്കുന്നത്. പുതിയ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിനുള്ളതാണ്. ഹെയറിനുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സിമ്പിൾ ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെറിയ ഒറ്റ സംഭവം മാത്രം വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ ടിപ്പാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, അതുപോലെ പുതിയ ഹെയർ വരുന്നില്ല, പിന്നെ താരൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും മുടി കുറവാണ്. ഇന്നത്തെ ജനറേഷനിലെ മുടി വളരെ കുറവുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വലിയ വലിച്ചു നീക്കലൊന്നും ഇല്ലാത്ത സംഭവം ഞാൻ പറയാം. ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള ഒരു റെമഡിയും പറയുന്നുണ്ട്. അതുപോലെ യോഗയിലെ കുറച്ച് മുടി വളരാനുള്ള, എനിക്ക് യോഗ വലിയ കാര്യമായിട്ട് അറിയില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് കുറച്ച് എന്താ പറയുക മസാജിങ് സ്റ്റെപ്പുകൾ, അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയാണ്. ഈ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഹെയർ ഗ്രോത്ത് വളർന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ല ടിപ്പായിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരിയും ചെയ്ത് നോക്കി, അവളും പറയുന്നുണ്ട് ബേബി ഹെയർ ഉണ്ടാവില്ലേ, അതായത് കുഞ്ഞു കുഞ്ഞു മുടി കിളുത്ത് വരില്ലേ, അത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞ വിശ്വാസത്തിലാണ്. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും ഇഞ്ചി ഹെയർ ഗ്രോത്തിന് ഒരു 20 പൈസ ഉണ്ടാകും കേട്ടോ. ഇഞ്ചിയും ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് കണ്ടു. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം. ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഒരു ഇഞ്ചി കഷ്ണം എടുക്കുക, അത് ചതച്ചിട്ട് അതിന് നീരെടുക്കുക. നീരെടുത്തിട്ട് തലയിൽ എവിടെയാണ് മുടി അധികം പൊഴിയുന്നത്, ഈ ഫുൾ തലയിൽ തേച്ചാലും കുഴപ്പമില്ല, അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഓവർനൈറ്റ് മൊത്തം ഈ ഇഞ്ചി നീര് തലയിൽ ഇരുന്നാലും കുഴപ്പമില്ല. രാത്രി മൊത്തം തലയിൽ ഇഞ്ചി നീര് വെച്ചിട്ട് രാവിലെ കുളിക്കുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും മതി. താരൻ, മുടി കൊഴിച്ചിൽ, അതുപോലെ പുതിയ മുടി വളരാതിരിക്കൽ, ഇതിനൊക്കെയുള്ള റെമഡിയാണ് ഇഞ്ചി നീര്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ 1-2 മസാജിങ് സ്റ്റെപ്പുകൾ, യോഗ കണക്റ്റഡായിട്ടുള്ള മസാജിങ് സ്റ്റെപ്പുകളാണ്. ഇത് മസ്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇതിനായിട്ടൊരു 5-10 മിനിറ്റ് ഡെയിലി മാറ്റി വെക്കേണ്ടതാണ്. അപ്പം ഞാൻ സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് മുടിയിലെ കെട്ടൊക്കെ വേർപ്പെടുത്തി ക്ലീൻ ആക്കിയതിന് ശേഷം കൈ ഉപയോഗിച്ച് തലയിൽ ഇത് ഇങ്ങനെ ഉള്ളിലേക്കും വിരലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുടി വലിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ ഹെയറിലും നമ്മുടെ വലി ഇങ്ങനെ കിട്ടണം, മനസ്സിലായില്ലേ? അപ്പോൾ മുടിയുടെ ഉള്ളിലേക്ക് വിരലെടുത്തിട്ട് ഇങ്ങനെ അത്യാവശ്യം പ്രഷറിൽ വലിക്കുക. അല്ലാതെ വലിക്കരുത്, അപ്പോൾ പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലായിടത്തും വലിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാപ്പിംഗ്. ഇങ്ങനെ തലയുടെ എല്ലാ ഭാഗത്തും ഇത് ഈ വലിക്കുന്നതുകൊണ്ടും അതുപോലെ ടാപ്പിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരും. അപ്പോൾ മുടി വളരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനൊപ്പം തന്നെ നമ്മൾ മുടി ചീകുമ്പോൾ മുടി മൊത്തം താഴോട്ടിട്ട് ബാക്കിൽ നിന്ന് താഴെ വരെ കോമ്പ് ചെയ്യുക. ഇങ്ങനെ കോമ്പ് ചെയ്യുക. ഇത് തേർഡ് സ്റ്റെപ്പ്. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മുദ്രയാണ്. അത് യോഗയിൽ പ്രത്യേകം പറയുന്നതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന മുദ്രയാണ്. അത് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ 2 വിരൽ പൊക്കി പിടിച്ചിട്ട് ഈ 2 വിരൽ തള്ളവിരലിനോട് അമർത്തി പിടിക്കും. ഇത് 2 കൈയിലും ചെയ്യണം. ഇതൊരു 20 ടൈം, ഡെയിലി 20 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇതൊക്കെയാണ് യോഗയിലെ ഹെയർ ഗ്രോത്തിനുള്ള സ്റ്റെപ്പുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആദ്യം ഹെയർ വലിക്കുക, പിന്നെ ടാപ്പ് ചെയ്യുക, പിന്നെ കോമ്പ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോമ്പ് ചെയ്യുക. അതായത് തല മുന്നിലോട്ട് വെച്ചിട്ട് മുടി താഴോട്ട് ഇട്ടിട്ട് ബാക്കിൽ നിന്ന് കോമ്പ് ചെയ്യുക. അതുപോലെ ഈ മുദ്ര. ഇനി ഒരെണ്ണുള്ളത്, നമ്മൾ ബെഡിൽ കിടക്കുന്ന സമയം തല താഴോട്ടാക്കി വെച്ച് കിടക്കുക. തല താഴോട്ട് ഇങ്ങനെ ഞാത്തിയിട്ട് കിടക്കുക. അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇപ്പൊ 6 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഹെയർ ഗ്രോത്തിന് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇഞ്ചി നീര് തേക്കുക. അത് 2 ദിവസം കൂടുമ്പോൾ തേച്ചാൽ മതി. തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇനി 5 യോഗ സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത് മുടി ഇങ്ങനെ എല്ലാ മുടിയും വലിക്കുക, അതുപോലെ ടാപ്പ് ചെയ്യുക. തലയുടെ എല്ലാ ഭാഗത്തും ടാപ്പ് ചെയ്യുക. അതുപോലെ 3ാമത്തേന്ന് പറയുന്നത് മുടി ഫ്രണ്ടിലോട്ട് ഇട്ട് ബാക്കിൽ നിന്ന് ചെയ്യുക, നല്ലോണം താഴെ വരെ ചെയ്യുക. 4ാമത്തെന്ന് പറയുന്നത് യോഗാമുദ്രയാണ്. ഈ 2 വിരൽ ഉപയോഗിച്ച് 20 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുക. പിന്നെ 4ാമത്തേന്ന് പറയുന്നത് നമ്മൾ കട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നിട്ട് തല മാത്രം താഴേക്കാക്കി കിടക്കുക. ഈ യോഗയിൽ പറയുന്ന ഈ 5 സ്റ്റെപ്പുകളും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ളതാണ്. അത് കൂടുന്നതോട് കൂടിയിട്ട് മുടി വളർച്ചയും കൂടും. ഇഞ്ചിനീര് യൂസ് ചെയ്യുന്നതുകൊണ്ട് പുതിയ ഹെയർ ഗ്രോത്ത്, അതായത് ബേബി ഹെയർ വളരെയധികം ഉണ്ടാവാൻ സഹായിക്കും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വർക്കൗട്ട് ആയി എന്നെ അറിയിക്കുക. ഞാനും ചെയ്യാൻ തുടങ്ങാണ് ഇന്നോട്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ട് ഇഞ്ചിനീര്, പക്ഷെ ചെയ്ത ആൾക്കാർ നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ടിപ്പായിട്ട് ഉടനെ തന്നെ വരാം. ടാറ്റാ.